faster and faster. I don't know what we're after, yeah. We keep up with disaster, disaster. I'm thinking that they're after me. We're running like faster and faster. We're running like faster and faster. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വൈഫ് ഒരു ടൂറ് പോയത് കൊണ്ട് വീട്ടിലാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തായാലും കിച്ചണിലൊന്ന് കയറി നോക്കിയപ്പോൾ വൈഫ് വീട്ടിലില്ലാത്തതിൻ്റെ ആ ഒരു അഹങ്കാരം കിച്ചൺ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണ ബോധ്യമായി. എല്ലാ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞൊടിയിടയ്ക്കുള്ളിൽ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. കാരണം നമുക്കും പറ്റുമല്ലോ ഇതൊക്കെ. അത്യാവശ്യം നല്ല പണിയൊക്കെ തന്നെയായിരുന്നു കേട്ടത്. അപ്പോൾ സ്ത്രീകൾ വീട്ടിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കിച്ചണിലേക്ക് അവസ്ഥ എന്നുള്ളത് ബോധ്യമായില്ലേ. എന്തായാലും ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. എല്ലാത്തിനും സ്ത്രീകളെ നമ്മൾ ചാരി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാനിതെല്ലാം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുത്തു. കിച്ചൺ നല്ല രീതിയിൽ തുടച്ച് ക്ലീനാക്കി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതും ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കിച്ചണൊക്കെ കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിട്ടോ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നല്ല ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈഫ് റെഡിയാക്കി വെച്ചിട്ട് പോയത്. കാരണം ചുടാൻ എളുപ്പമാണല്ലോ. ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട്, കാരണം അത് ദോശമാവാണ്. അപ്പോൾ നല്ല നൈസായിട്ട് അരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ദോശ ഇന്ന് തട്ടുകടയിൽ നമ്മൾ കാണുന്ന ഒരു തക്കാളി ചട്നിയും ഒരു തട്ട് ദോശയിട്ടുള്ളൂ. അപ്പോൾ അതുപോലത്തെ ദോശ ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്ക് ചട്നിയാണല്ലോ ഉണ്ടാക്കേണ്ടത്. ദോശ ആദ്യമേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നടക്കും. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞാനിട്ടു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 4 മുറുക്കിയത് ഇട്ടിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് നേരം ഞാനിതൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-12 എണ്ണം. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വരേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ ചുവന്നുള്ളി വാടി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ കാണാവുന്നതാണ്. ഇനി ഒരു തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ, ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റണം. അപ്പോൾ അതിന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു ഏകദേശം രൂപമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. കാരണം ചട്നിയിരിക്കുന്ന ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. അതുകൂടി ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ വഴറ്റിയെടുത്തു. അപ്പോൾ ആ മുളകിൻ്റെ കുത്തലൊക്കെ ഒന്നിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഒരു മിനിറ്റ് കൂടെ ഞാനൊന്ന് വഴറ്റി. അതിന് ശേഷം കുറച്ച് നാളികേരം, ഒരു 1/4 മുറി നാളികേരം ഉണ്ടായിരിക്കും കേട്ടോ. കാലുമില്ല, അതിലും കുറവാണ്. അത്രയും നാളികേരം ഞാൻ ഇട്ടിട്ട് വെറുതെ ഒന്ന് വഴറ്റിയെടുത്തു. അത് നമ്മൾ ചൂടാക്കൊന്നും വേണ്ട, നമ്മളിത് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ പാനിലേക്ക് തന്നെ സ്വല്പം വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾ എണ്ണയിൽ വഴറ്റിയതാണ്, അപ്പോൾ വീണ്ടും ഒരുപാട് എണ്ണ വേണ്ട. പിന്നെ കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചട്നി, അരച്ച് വെച്ച ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള തക്കാളി ചട്നി. ഇത് ഒരു തമിഴ്നാടൻ സ്റ്റൈലാണ്. ശരിക്കും മല്ലിയിലയും കൂടി ഇതിൻ്റെ കൂടെ അരയ്ക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് മുതിർന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ
മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി ചട്നി സൂപ്പറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം. അപ്പോൾ ഈ പരുവത്തിൽ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഒരു 4 തട്ട് ദോശ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് ഞാൻ ദോശമാവ് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ഞാൻ ഒരു ചെറിയ ദോശ, തട്ട് ദോശയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ് ഈ തട്ട് ദോശ. വലിയ ദോശ ഉണ്ടാക്കാൻ അറിയാതെയല്ല, ഈ തട്ട് ദോശയുടെ ഒരു ടേസ്റ്റ് വേറെയാണ്. അതിങ്ങനെ ഒരു സ്മൂത്തായിരിക്കും. വലിയ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ചുട്ട് നല്ല ക്ലീനായിട്ട് കിട്ടി. അപ്പോൾ ഒരു 4 ദോശയാണ് എൻ്റെ കണക്ക്. ഒരു ദോശ ഞാൻ ചുട്ട് മാറ്റി വെച്ചു. രണ്ടാമത്തെ ദോശയ്ക്ക് വീണ്ടും ഒഴിച്ചു. അപ്പോൾ വിജയകരമായ രണ്ടാമത്തെ ദോശയും ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതും വിജയകരമായി ചുട്ടെടുത്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ദോശയും ഞാനിവിടെ ഒഴിച്ചു. അതും വളരെ വിജയകരമായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 ദോശയാണ് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. 4ാമത്തെ ദോശയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം വൈകും. അപ്പോൾ 4 ദോശ ഞാൻ ചുടുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചട്നി കൂടി ചേർത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഗ്രൻ. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ബായ്.